കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയെങ്കിലും നിങ്ങളോടൊരുമിച്ച് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഈ സന്ധ്യയെങ്കിലും ഞാൻ നിങ്ങളോട് തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ വന്നു. ഒത്തിരി പേര് വചനം ശ്രവിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തതിന് ഉള്ള നന്ദിയെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുന്നു. ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ശ്രദ്ധയിലേക്ക് തിരിക്കാം. യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം, അതിൻ്റെ 1-2 വാക്യമാണ് ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യയിൽ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ തിരുവെഴുത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 1-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗയോസിനെ എഴുതുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2-ാം വാക്യം, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ സഭയെ സ്നേഹിക്കുന്ന, വിശ്വാസികളെ ആഴമായി സ്നേഹിക്കുന്ന ഒരു സഭാ ശുശ്രൂഷകനെ, അല്ലെങ്കിൽ ഒരു അപ്പോസ്തലൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമെന്ന് പറയുന്നത് താൻ ആത്മീയതയിൽ ജനിപ്പിച്ച മക്കൾ ശുഭമായും സുഖമായും സന്തോഷമായി എപ്പോഴും ഇരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഒരു യഥാർത്ഥ ദൈവദാസൻ്റെ ആഗ്രഹം അതാണ്. താൻ നയിക്കുന്ന കൂട്ടായ്മയിൽ കടന്നു വരുന്ന എല്ലാ ദൈവമക്കളും ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടണം. അവർ ഉയർച്ച പ്രാപിക്കണം. അവർ വരുന്നത് പോലെയല്ല, അവർ വരുന്ന നാളുകളിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥകൾ പോലെയല്ല. തുടർന്നുള്ള നാളുകളിൽ അവരുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കണം. അവർ ആത്മീയതയിൽ സമ്പന്നരാകണം. അവർ ഭൗതികതയിലും അനുഗ്രഹിക്കപ്പെടണം. അതാണ് ഒരു അഭിഷിക്തൻ്റെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ്റെ ഏറെ ആഗ്രഹമെന്ന് പറയുന്നത്. ഇവിടെ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ അഭിഷിക്തൻ്റെ പ്രാർത്ഥന അതാണ്. സ്തോത്രം. ഇന്ന് ഈ സന്ധ്യയെങ്കിലും എൻ്റെ ആഗ്രഹം അതുതന്നെയാണ്. ഞാനും അതിനായി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിജീവിതങ്ങളും ഓരോ പ്രിയപ്പെട്ടവരും ആത്മാവിലും ശുഭതയുണ്ടാകണം. ശാരീരികമായും മാനസികമായും ഭൗതികമായും എല്ലാ നിലവാരത്തിലും അനുഗ്രഹം പ്രാപിക്കുന്നവരായി മാറണം. എന്നാൽ ചിലരുടെ ജീവിതങ്ങൾ, ഞാനൊരു ലോക്കൽ സഭയിലൊരു പാസ്റ്ററാണ്. അപ്പോൾ പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ പലരും അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങുന്നതായി, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ദീർഘനാളുകൾ പ്രാർത്ഥിച്ചാലും അപ്രകാരം ഒരു വ്യത്യാസം, ഒരു ഉയർച്ച കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് ചില നാളുകൾ ഞാനിങ്ങനെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ സമയത്താണ് എൻ്റെ ഹൃദയത്തിൽ ഈ ചിന്ത പരിശുദ്ധാത്മാവ് നൽകുവാൻ ഇടയായി തീർന്നത്. ഒരു ശുഭതയുണ്ടാകണം, ഒരു സന്തോഷം അനുഭവിക്കണം. ജീവിതത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ ഭൂമിയിലും സ്വർഗത്തിലും നമുക്ക് പ്രതിഫലം ഉണ്ടാകണം. ഭൂമിയിലും അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കണം. അതിനായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ അത് സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയാതിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ എളിയ ചിന്തയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ചില വചനങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്ത് പക്ഷേ ചിലപ്പോൾ കഴിഞ്ഞ രാത്രി കേട്ടതുപോലെ ആയിരിക്കില്ല. ചില ഉപദേശവചനങ്ങൾ കൂടെ ഇന്ന് രാത്രി ചിന്തിക്കുകയാണ്. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്രകാരമാണ് അത് നിങ്ങൾ പ്രതികരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും തിരുവെഴുത്ത് പറയുന്നത്, ഈ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ആവർത്തനം 28:1 അത് നമ്മൾ വായിക്കാനായിട്ട് കഴിയുന്നു. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും അനുഗ്രഹം പ്രാപിക്കും. ആ വചനപ്രകാരം ഈ സന്ധ്യയിൽ ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടണം.
ഞാനും നിങ്ങളും ഉയർച്ച പ്രാപിക്കണം. എനിക്കും നിങ്ങൾക്കും ഒരു ശുഭത ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷം അനുഭവിക്കുവാൻ ഇടയായിത്തീരണം. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് സന്തോഷം അല്ലെങ്കിൽ ശുഭത അല്ലെങ്കിൽ ഒരു ഉയർച്ച അനുഭവിക്കാനായിട്ട് കഴിയാതെ പോകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം: രക്ഷിക്കുവാൻ കഴിയാത്ത വിധം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാത്ത ചെവി മന്ദമായിട്ടുമില്ല. കഴിയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. രക്ഷിക്കാൻ കഴിയാത്ത വിധം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരം ബലമുള്ള കരമാണ്, വീര്യം പ്രവർത്തിക്കുന്ന കരമാണ്, ആകാശത്തെ വാരി വിരിച്ച അത്ഭുതമായ കരമാണ്. അപ്പോൾ രക്ഷിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. പിന്നെ നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും കാണുവാനും കേൾക്കുവാനും കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കണ്ണുകൾക്കോ കാതുകൾക്കോ മന്ദത സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ്? അതിൻ്റെ താഴത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ അകൃത്യമത്രേ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന ചില പാപപ്രവൃത്തികളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാതിരിക്കുന്നത്. സ്തോത്രം. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലർ ആരാണ് നല്ല ഡോക്ടർ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയുന്നത്, ഇന്ന ഹോസ്പിറ്റലിൽ പോയി ഒരു പ്രാവശ്യത്തെ മെഡിസിൻ കഴിച്ച ഉടനെ തന്നെ സുഖം അല്ലെങ്കിൽ രോഗം ഭേദമാകുന്നു, അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഡോക്ടർ നല്ല ഡോക്ടർ എന്നാണ്. എൻ്റെ ചെറിയ അറിവിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്: പോയ ഉടനെ തന്നെ ഒരു മരുന്ന് തന്നു, അതിൽ സൗഖ്യമായി, അതുകൊണ്ട് ആ ഡോക്ടർ നല്ലതാകുന്നില്ല. പിന്നെ നല്ല ഡോക്ടർ ആരെന്ന് ചോദിച്ചാൽ, രോഗം കണ്ടുപിടിച്ച് അതിനെ ചികിത്സിച്ച് വേരോടെ അതിനെ പറിച്ചു കളയാൻ കഴിയുന്ന ഒരു ഡോക്ടറാണ് നല്ല ഡോക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡോക്ടർ നമുക്കുണ്ട്. അത് മറ്റാരുമല്ല, നമുക്ക് വേണ്ടി ജീവനെ തന്ന നമ്മുടെ അരുമനാഥനായ കർത്താവാണ്. അപ്പോൾ രോഗം മനസ്സിലാക്കി നമ്മൾ ചികിത്സിക്കാമെങ്കിൽ വേഗം നമുക്ക് സൗഖ്യവും പ്രാപിക്കാം, അതിൽ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ഉയർച്ചയോ ഒരു അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് തിരുവഴുത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. സദൃശവാക്യം 28-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ വായിക്കുവാനായി കഴിയുന്നുണ്ട്. സദൃശവാക്യം 28-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. അതേ പ്രിയരെ, ദൈവത്തിൻ്റെ കരുണ നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയെ തീരും. ദൈവത്തിൻ്റെ കരുണയും ദയയും വിശ്വസ്തതയാണ് നമ്മളെ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തൊരു ശുഭത ഉണ്ടാകാൻ, ഒരു ഉയർച്ചയോ ഒരു നന്മയൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമൻ പറയുന്നത്, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കരുത്. എന്താണ് ലംഘനം? കൽപ്പന നിരസിക്കുന്നതാണ് ലംഘനം. ദൈവത്തിൻ്റെ കൽപ്പനകളെ നിരസിക്കുന്നത് ലംഘനമാകുന്നു. അത് പാപമായി മാറുകയാണ്, ദൈവകോപത്തിന് ഇടം വരുത്തുകയാണ്. അപ്പോൾ ശലോമോൻ ജ്ഞാനി പറയുന്നത്, അത് മറച്ചു വയ്ക്കരുത്, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? അത് ഏറ്റുപറയണം, അത് ഉപേക്ഷിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യിരെമ്യാവ് 22-ാം അധ്യായം 21 മുതൽ 29 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റുപറച്ചിലിനെ കുറിച്ച് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഒരു വാക്യം കൂടെ വായിക്കുക. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കും. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ.
അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ യെശയ്യാവ് 59 നമ്മളൊന്ന് വായിച്ചു, അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. അപ്പോൾ ഇവിടെ പത്രോസ് 1 പത്രോസ് 3:10-12 വായിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കുമായി തുറന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഒരു ശുഭത ഉണ്ടാകുവാൻ ഒരു ഏറ്റുപറച്ചിൽ നമുക്ക് അത്യാവശ്യമാണ്. ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കാം, അത് നമ്മളൊന്ന് ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിയൊരു വിടുതലും അനുഗ്രഹവും പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഇത് പറയുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുവാൻ എൻ്റെ മനസ്സിനകത്ത് ഓടി വരികയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിലൂടെ ഒരു ചെറിയ കൊച്ചു മെസ്സേജ് കേട്ടു. ആ മെസ്സേജിൽ ചുരുക്കം പറഞ്ഞിങ്ങനെ ഒരു കൊച്ച് ഏറ്റുപറച്ചിലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു ചെറിയ ഒരു സന്ദേശമാണ്, പക്ഷെ അതൊരു വലിയ സംഭവം അതിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കുവാനിടയായി. സംഭവിച്ചതിങ്ങനെയാണ്, ഒരു മകൻ അവൻ്റെ കൂട്ടുകാരുമായി കൂടിയിരുന്നപ്പോൾ മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ്റെ കൂട്ടുകാർ സാമ്പത്തികമുള്ള കുടുംബത്തിലുള്ളവരാണ്. അവരുടെ കൂട്ടുകാരനോട് പറഞ്ഞ്, എൻ്റെ പപ്പ സുഖമില്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിലായിരുന്നു, ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു, അപ്പോൾ ഇപ്പം പാസ്റ്റർ നിരന്തരം എൻ്റെ വീട്ടിൽ വരികയാണ്, എനിക്കൊരു ഭയം. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, എന്താണ് ഭയം? ഈ പാസ്റ്റർ ഇനി ഞങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി ക്രിസ്ത്യാനിയാക്കി കളയുമോ? പപ്പ ഇനി ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോകുമോ? അതുകൊണ്ട് ആ പാസ്റ്ററെ നമുക്കൊന്ന് വിലക്കണം. അപ്പോൾ കൂട്ടുകാർക്ക് ഉത്സാഹമായി. അവരെല്ലാം വലിയ ഉന്നതന്മാരായ വീട്ടിലെ കുടുംബത്തിലെ അംഗങ്ങളാണ്. അതിലൊരു സഹോദരന് ഭയങ്കര സന്തോഷം തോന്നി, മദ്യത്തിൻ്റെ ലഹരിയിലാണ്. അവനുടനെ പറഞ്ഞു, ഇപ്പം തന്നെ പോകാം. അങ്ങനെ ഒരു ജീപ്പ് എടുത്തിട്ട് ഇവർ വേഗം പോയി ഈ പാസ്റ്ററുടെ ഭവനത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ ഒരു ഷെഡാണ്, ഓലകൾ കൊണ്ട് മേഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കുടിലാണ്. അവിടെ ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ മകൻ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തൻ്റെ മാതാവ് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വന്നത്? അപ്പോൾ അവർ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ്, എൻ്റെ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സൗഖ്യമായി, പക്ഷെ ഇനി അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ മാതാവ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ അവനെ ഉപദ്രവിക്കരുത്, ഇനി അവൻ വരികയില്ല, ഞാൻ അവനെ വിലക്കിക്കൊള്ളാം. ഇവരിത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ചില മീറ്ററുകൾ വരുമ്പോൾ ഇവരന്വേഷിച്ചു പോയ പാസ്റ്റർ അതുവഴി പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് അവശനായി വരികയാണ്. അപ്പോൾ മദ്യപിച്ചിരുന്ന ഈ കൂട്ടുകാർക്ക് പെട്ടെന്ന് ഈ പാസ്റ്ററെ ഒന്ന് വിലക്കണമെന്ന് തോന്നി. അവർ സംസാരിച്ചു. ഉടനെ തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന ധനികനായ ആ ഭവനത്തിലെ ആ മകൻ ആ പാസ്റ്ററെ അടിച്ചു. അദ്ദേഹം അടിയും കൊണ്ട് സ്തോത്രം പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ചില ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു പോയി. ആ ധനികനായ മകൻ്റെ വീട് തീ കത്തുവാനിടയായി. അദ്ദേഹത്തിൻ്റെ ആ മകൻ്റെ ആ പിതാവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു, കമ്പനി നടത്തുന്ന ഒരു വ്യക്തിത്വം, വലിയ ആളായിരുന്നു. ആ കമ്പനി പെട്ടെന്ന് ജപ്തി ചെയ്തു പോയി. അങ്ങനെ അവൻ്റെ അമ്മ മരിച്ചു, അവൻ്റെ അപ്പൻ മരിച്ചു, അവൻ ഏകനായി മാറി, തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു, കൈയൊഴിഞ്ഞു. അവസാനം അവൻ ചെന്ന് ചേർന്നത് ഒരു ദൈവദാസൻ്റെ അടുക്കലാണ്. ആ ദൈവദാസൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു, വചനങ്ങൾ പറഞ്ഞു കൊടുത്തു, അവന് അത്യാവശ്യം സാമ്പത്തിക കാര്യങ്ങൾ കൊടുത്തു, താമസ സൗകര്യം ഒരുക്കി കൊടുത്തു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നത്തേതിൽ അവൻ വചനം കേട്ട് രക്ഷിക്കപ്പെട്ടു, അവൻ സ്നാനമെടുത്തു. പക്ഷെ അവൻ്റെ ജീവിതത്തിനകത്ത് ഒരു ഉയർച്ച കാണുവാനായിട്ട് കഴിയുന്നില്ല, ഒരു വ്യത്യാസം അവനിൽ വരുന്നില്ല. അപ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ മകന് വേണ്ടി ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ടും ഇവന് ഭൗതികമായ ഒരു വ്യത്യാസം, ഒരു ഉയർച്ച കാണുവാനായിട്ട് കഴിയുന്നില്ല. ഒന്നുകിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണം, അതല്ല എങ്കിൽ ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ആരെയാണോ കണ്ടിരിക്കുന്നത് അവരുടെ അടുക്കലേക്ക് ഇവനെ ദൈവം അയക്കണമേ.
ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെടുവാനിടയായി. തൻ്റെ ഉള്ളത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ തെറ്റുകളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. പെട്ടെന്ന് ആ ദൈവദാസൻ ഈ മകനെ വിളിച്ചു ചോദിച്ചു, നീ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴവൻ പറഞ്ഞു, ഇല്ല, ഞാൻ ആ സ്വഭാവക്കാരനല്ല, എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. പക്ഷെ പെട്ടെന്ന് അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ചിന്തിപ്പിക്കുവാനിടയായി. അവൻ പറഞ്ഞു, ഉണ്ട്, ഒരു കാര്യമുണ്ട്. ഞാനൊരിക്കൽ എൻ്റെ കൂട്ടുകാരുമായി ഇങ്ങനൊരു സംഭവം നടന്നു. അപ്പോൾ പോയി ഒരു പാസ്റ്ററെ ഞാൻ തല്ലിയിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞു, എന്നാൽ ഇനി ഒരു ദിവസം പോലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല, ചെല്ലണം, നമുക്ക് ആ പാസ്റ്ററോട് കണ്ട് മാപ്പ് പറയണം, നീ തന്നെ പോയാൽ മതി. അപ്പോൾ ആ മകൻ പറയാണ്, ഇല്ല പാസ്റ്റർ, ഞാൻ പോകത്തില്ല, കാരണം ആ മനുഷ്യൻ ഇനി എന്നെ അടിക്കും. അപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, ക്രിസ്തുവിൻ്റെ ക്രൂശ് വഹിക്കുന്ന, സാക്ഷ്യം വഹിക്കുന്ന ഒരു അഭിഷിക്തനും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം നിന്നോട് ക്ഷമിക്കും, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മകൻ പറഞ്ഞില്ല, പാസ്റ്റർ കൂടെ വന്നാൽ ഞാൻ കടന്നു പോകാം. അങ്ങനെ ഇവർ രണ്ടുപേരുമായി പോയി. ചില വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ചെന്നപ്പോൾ ആ ഓലഷെഡ് മാറി അവിടെ ഒരു 2 നില വീടിരിക്കുന്നു. ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ കൂട്ടിപ്പോയ ദൈവദാസനും ഈ സഹോദരനുമായി അവിടെ ചെന്ന് കയറി പാസ്റ്ററെ പരിചയപ്പെട്ടു. അറിയാമോ പാസ്റ്റർ? അറിയില്ല, ഞങ്ങൾ ഇന്ന സ്ഥലത്തു നിന്ന് വരുന്നവരാണ്. അപ്പോൾ ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവത്തെക്കുറിച്ച് ആ ദൈവദാസൻ തന്നെ ആ പാസ്റ്ററോട് വിവരിക്കുവാനിടയായി. അപ്പോൾ ഈ മകനെ കണ്ടു. ആ ദൈവദാസൻ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു, അവൻ്റെ മുഖത്ത് ചുംബിച്ചു. അദ്ദേഹം ദൈവത്തിൻ്റെ ആ പ്രവൃത്തികളെ കണ്ട് തൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഈ മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുവാനിടയായി. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: നീ ചെയ്തത് കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു, നീ അനുഗ്രഹിക്കപ്പെടണം, നീ ഉയർച്ച പ്രാപിക്കണം, നീ ഒരു നന്മ പ്രാപിക്കണം. അതുകൊണ്ട് ആ ദൈവദാസൻ ആ മകനെ അനുഗ്രഹിച്ചു കണ്ണുനീരോടെ പ്രാർത്ഥിച്ചയച്ചു. സംഭവിച്ച ഞാൻ ചുരുക്കി പറയാം. അവർ മടങ്ങി 4 മണിക്കൂർ യാത്രയാണ് അവർ ചെയ്തു പോയത്. അവർ മടങ്ങി ഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ മകൻ്റെ പിതാവിന് നഷ്ടപ്പെട്ട വസ്തുക്കളും അല്ലെങ്കിൽ തനിക്ക് ബാധ്യതയായിരുന്ന ലോണ് എടുത്തിരുന്ന ബാങ്കുകാർ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഫാക്ടറി പുനരാരംഭിക്കുവാൻ ഞങ്ങൾ 10 ലക്ഷം രൂപ ലോണായിട്ട് തരാം, ജപ്തി ചെയ്ത വസ്തുക്കളൊക്കെ മടക്കിത്തരാം എന്ന് പറഞ്ഞ് ആ മകന് ഫോൺ വരുവാനിടയായി. ആ ദൈവദാസൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: നമ്മുടെ ലംഘനങ്ങളെ, കുറവുകളെ, പാപങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് പോയാൽ നമുക്കൊരു ശുഭത വരികയില്ല. അത് ഏറ്റുപറയുവാൻ കഴിയുന്നുമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹം പ്രാപിക്കുവാനിടയായി. ആ മകൻ്റെ കുടുംബം പിന്നീട് അനുഗ്രഹിക്കപ്പെടുവാനിടയായി. ഓക്കെ, സ്തോത്രം. തിരുവഴുത്തിൽ നിന്ന് 1-2 പേരെ കൂടി പരിചയപ്പെടുത്തി വേഗത്തിൽ ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾക്ക് വായിക്കുമ്പോൾ അവിടെ ഒരു സഹോദരിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 31-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ലാബാൻ തൻ്റെ ആടുകളെ രോമം കത്തിരിക്കുവാൻ പോയിരുന്നു. റാഹേൽ തൻ്റെ അപ്പനുള്ള ഗ്രഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചു. താൻ ഓടിപ്പോകുന്നത് യാക്കോബ് അരാമ്യനായ ലാബാനോട് അറിയിക്കായകയാൽ അവനെ തോൽപ്പിച്ചായിരുന്നു പോയത്. ഇങ്ങനെ അവൻ തനിക്കുള്ള സകലവുമായി ഓടിപ്പോയി. അവൻ പുറപ്പെട്ട് നദി കടന്ന് ഗിലെയാദ് പർവ്വതത്തിന് നേരെ തിരിഞ്ഞു. നമുക്ക് സംഭവം അറിയാം. യാക്കോബ് തൻ്റെ അമ്മായിയപ്പനായ ലാബാന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ താൻ ആദ്യം കണ്ടത് റാഹേലിനെയാണ്. ആടുകളെ മേയ്ക്കുവാനായി മരുഭൂമിയിൽ വന്ന റാഹേലിനെ കണ്ടു. അവളുടെ അടുക്കൽ ചെന്നു, ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നു, അവൻ്റെ ബന്ധവും പറഞ്ഞു. അപ്പോൾ റാഹേൽ അവനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. ഈ സംഭവം നടക്കുമ്പോൾ ആരും അറിയാതെ യാക്കോബിൻ്റെ ഹൃദയത്തിനകത്ത് മറ്റൊരു കാര്യം നടക്കുന്നു. അവൻ്റെ ഹൃദയത്തിനകത്ത് ഈ റാഹേലിനെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു.
അവൻ്റെ ഒറ്റ ആഗ്രഹമാണ്, ഇനി ഇവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. എൻ്റെ ജീവിതത്തിനകത്ത് ഇനിയൊരു ജീവിതം, കുടുംബമുണ്ടെങ്കിൽ അത് ഇവളുമായിട്ടായിരിക്കണം എന്നൊക്കെ യാക്കോബ് തീരുമാനിച്ചു. അങ്ങനെ ലാബാൻ്റെ വീട്ടിലേക്ക് പോയി ലാബാനോട് ഈ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ലാബാൻ പറഞ്ഞത് നമുക്കറിയാം, അവൻ്റെ ആടുകളെ നീണ്ട 7 വർഷം അവൻ മേയ്ക്കുവാനൊക്കെ അവിടെ ഇടയായി. എന്നാൽ 7 വർഷക്കാലം കഴിഞ്ഞ് വിവാഹത്തിൻ്റെ അന്ന് ലാബാൻ ചെയ്തതും നമുക്കറിയാം. റാഹേലിനെ മാറ്റി നിർത്തി തൻ്റെ മൂത്ത മകൾ ലേയെ വിവാഹം കഴിച്ചു കൊടുത്തു. യാക്കോബ് ലാബാനോട് വിദ്വേഷമുണ്ടായി. അപ്പോൾ ലാബാൻ പറഞ്ഞത്, വീണ്ടും നീ ഒരു 7 വർഷം കൂടി അധ്വാനിക്കുക, ഞാൻ എൻ്റെ ഇളയ മകളെയും തരാം. വീണ്ടും 7 വർഷം കൂടി അവൻ അധ്വാനിച്ചു. അവൻ ആഗ്രഹിച്ച ഭാര്യ റാഹേലിനെ അവന് ലഭിച്ചു. ചില വർഷങ്ങൾ കൂടി, അല്ലെങ്കിൽ വീണ്ടും ഒരു 7 വർഷം കൂടി അവിടെ അധ്വാനിക്കുന്നു. ദൈവികമായ ഇടപെടൽ യാക്കോബിനുണ്ടാകുന്നു. നീ ഈ ദേശം വിട്ട്, ലാബാന്റെ ഭവനം വിട്ട് നിന്റെ ഭാര്യയും മക്കളുമായി നിന്റെ സ്വന്തം ഭവനത്തിലേക്ക്, പട്ടണത്തിലേക്ക് പോകാൻ യാക്കോബിന് ദൈവത്തിൻ്റെ സന്ദേശം ലഭിക്കുന്നു. അത് കേട്ട യാക്കോബ് ഉടനെ തന്നെ ഭാര്യയും മക്കളെ വിളിച്ചുകൂട്ടി യാത്ര പുറപ്പെടുവാൻ തയ്യാറാകുന്നു. ഈ യാത്രയിൽ യാക്കോബ് അറിയാതെ, ലേ അറിയാതെ, ദാസിമാർ മക്കൾ അറിയാതെ റാഹേൽ ഒരു കാര്യം ചെയ്തു. അതാണ് നമ്മൾ വായിച്ചത്. അവളുടെ അപ്പൻ്റെ ഗ്രഹവിഗ്രഹങ്ങൾ കൂടെ അവൾ മോഷ്ടിച്ചെടുക്കുവാനിടയായി. യാത്ര തുടർന്നു. ലാബാൻ വീട്ടിലേക്ക് വരുമ്പോൾ യാക്കോബ് തൻ്റെ മക്കളെയും ദാസിമാരെയും കുഞ്ഞുമക്കളെയൊക്കെ കൂട്ടി യാത്ര പുറപ്പെട്ടു എന്ന് ലാബാൻ കേട്ടു. തനിക്ക് ദുഃഖവും ദേഷ്യമൊക്കെ തോന്നി. താൻ പുറകെ പുറപ്പെടുകയാണ്. വഴിമധ്യേ വെച്ച് യാക്കോബിനെയും തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ടു. ലാബാൻ യാക്കോബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നീ ഞങ്ങളോട് അറിയിക്കാതെ പുറപ്പെട്ടത് തെറ്റായിപ്പോയി. അതിനേക്കാൾ എനിക്ക് നിന്നോട് ദേഷ്യമുള്ളത് ഒരു കാര്യമാണ്, എൻ്റെ ഗ്രഹവിഗ്രഹങ്ങൾ മോഷ്ടിച്ചതാര്? എൻ്റെ വീട്ടിനകത്ത് ഞാൻ ആരാധിച്ചു കൊണ്ടിരുന്ന, എൻ്റെ വീട്ടിലെ പാരമ്പര്യമായി സൂക്ഷിച്ചിരുന്ന ഗ്രഹവിഗ്രഹങ്ങൾ മോഷ്ടിച്ചതാര്? യാക്കോബ് പറഞ്ഞു, ഞാൻ അറിയുന്നില്ല. ലേയോട് ചോദിച്ചു, ഞാനും അറിയുന്നില്ല. യാക്കോബ് പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും, എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മരിക്കണം. സ്തോത്രം. ഇവിടെ നമുക്ക് മറ്റൊരു ചിന്ത ഇവിടെ കടന്നു വരികയാണ്. ഏദൻ തോട്ടത്തിൽ ആദാം ചെയ്തത് തന്നെയാണ്. തനിക്ക് കൂട്ടായി കൊടുത്ത തൻ്റെ ഭാര്യയാണ് കൽപ്പനാ ലംഘനം നടത്തിയത്. പക്ഷെ ആദാം അവിടെ പറഞ്ഞു, അവൾ തന്നു, ഞാൻ തിന്നു. അവൻ ഒഴിഞ്ഞു മാറി. അതുപോലെ ഇവിടെ യാക്കോബും പറഞ്ഞു, എനിക്കറിയില്ല. സത്യമാണ്, യാക്കോബിനറിയില്ല. പക്ഷെ ആ ചെയ്തവർ ആരോ, അവർ മരിക്കണം. അവിടെയാണ് ക്രിസ്തുവിൻ്റെ മാഹാത്മ്യം. നീ ചെയ്ത തെറ്റിനും യേശു പറഞ്ഞു, അത് ഞാൻ വഹിച്ചു കൊള്ളാം. നമ്മൾ ചെയ്ത പാപങ്ങൾക്കും യേശു പ്രായശ്ചിത്തം ചെയ്യുകയാണ്. നമ്മൾ ഏൽക്കേണ്ട അടി യേശു ഏൽക്കുകയാണ്. നമ്മൾ അനുഭവിക്കേണ്ട വേദന കർത്താവ് അവിടെ ഏൽക്കുകയാണ്. പക്ഷെ യാക്കോബ് പറഞ്ഞത്, ചെയ്തവർ മരിക്കണം, പകരം മരിപ്പാൻ ആരുമില്ല. പക്ഷെ ഇന്ന് രാത്രി ഈ സന്ധ്യയിൽ ഞാൻ വിളിച്ചു പറയാം, നിന്റെ പാപത്തിനു വേണ്ടി മരിച്ച ഒരുവൻ ഉണ്ട്. നിന്റെ പാപത്തിനു വേണ്ടി നിന്നെ അനുഭവിച്ച, കഷ്ടമനുഭവിച്ച, ക്രൂശ് ചുമന്ന ഗോൽഗത്തായിൽ നിനക്ക് വേണ്ടി യാഗമായി തീർന്നൊരു യേശുവുണ്ട്. അവൻ്റെ മുൻപിലേക്ക് വരാമോ? നമ്മുടെ പാപങ്ങൾ അവനോട് ഏറ്റുപറയാമോ? ഇന്ന് രാത്രി നിനക്ക് കരുണ ലഭിക്കും. സ്തോത്രം. ഞാൻ വേഗത്തിൽ ആ ഭാഗം പറഞ്ഞു തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തൻ്റെ ലാബാൻ, റാഹേലിൻ്റെ പിതാവ് ലാബാൻ റാഹേലിൻ്റെ അടുക്കലും വന്നു. മകളെ, നീ എൻ്റെ ഗ്രഹവിഗ്രഹം കണ്ടോ? നമുക്ക് ആ ഭാഗം പഠിച്ചിട്ടുള്ളവർക്കറിയാം. അവൾ ആ ഗ്രഹവിഗ്രഹം എടുത്ത് ഒളിച്ചു വെച്ചിട്ട്, അവൾ വസ്ത്രം കൊണ്ട് മൂടി, അവൾ അതിനെ മറച്ചു വെച്ചിട്ട് പറഞ്ഞു, ഞാൻ കണ്ടില്ല, ഞാൻ എടുത്തിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ, വലിയ പാപം ചെയ്തിട്ടും അതിൻ്റെ മുകളിൽ അതിനെ മറച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ ആ പാപത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് പറയണം, എനിക്കത് അറിയത്തില്ലെന്ന്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, എൻ്റെ മനസ്സിനകത്ത് ഓടി വന്നൊരു ചിന്ത ഇതാണ്. അവളുടെ അപ്പനാണ് ചോദിച്ചത്, മറ്റാരുമല്ല.
അവൾക്ക് ജന്മം കൊടുത്ത അപ്പൻ, അവളെ വളർത്തി വലുതാക്കിയ അപ്പൻ, അവൾ വളർന്നു വരുന്നത് നോക്കിക്കണ്ടിരുന്ന അപ്പൻ, ആ സ്നേഹനിധിയായ അപ്പനോട് ഈ മകൾ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പാ, അത് യാക്കോബിനറിയില്ല, എൻ്റെ ജ്യേഷ്ഠത്തിലേക്ക് അതറിയില്ല, എൻ്റെ ദാസിമാർക്ക് അതറിയില്ല, മറ്റാർക്കും അതറിയില്ല, അവരാരും അറിയാതെ ഞാനാണ് ആ പാപം ചെയ്തത്, അല്ലെങ്കിൽ ഞാനാണ് അപ്പനോട് ചോദിക്കാതെ അത് എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞ് തൻ്റെ സ്വന്തം പിതാവിനോട് ഒന്ന് ആ പാപം ഏറ്റു പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു റാഹേലിൻ്റെ ജീവിതത്തിൽ വലിയ വേദന അനുഭവിക്കുകയില്ലായിരുന്നു. സ്തോത്രം. അവളെ പാപം അവിടെ മറച്ചു വയ്ക്കുവാനിടയായി. പ്രകൃതത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ മെസ്സേജ് തീർക്കണം. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ വായിച്ച് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, വേഗത്തിൽ പറഞ്ഞു വിടുവാൻ ആഗ്രഹിക്കുന്നു. അവൾക്ക് രണ്ടാമതൊരു മകൻ ജനിക്കുന്നു. ആ മരണവേദനയിൽ റാഹേൽ വഴിയിൽ വെച്ച് അസ്തമിക്കുകയാണ്. അവിടെ വഴിയിൽ അടക്കം ചെയ്യേണ്ടുന്ന ഒരവസ്ഥയാണ് കടന്നു വന്നത്. യാക്കോബ് ഒത്തിരി വേദനിക്കുവാനിടയായി. റാഹേലിനെ ഒത്തിരി സ്നേഹിച്ചു, ഒത്തിരി ആഗ്രഹിച്ചു. നീണ്ട 14 വർഷം അവൾക്ക് വേണ്ടി അധ്വാനിച്ചതാണ്. പക്ഷേ വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയത് അവന് സഹിക്കുവാനായി കഴിയുന്നില്ല. ഞാൻ സാധാരണ പറയുന്നൊരു പദം ഇതാണ്: നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ പോയാൽ അതിനുവേണ്ടി ഒത്തിരി കഷ്ടം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ അത് മുഖാന്തരം വരുന്ന കഷ്ടവും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കാമെങ്കിൽ അതിലൂടെ വരുന്ന കഷ്ടതകളിലും നഷ്ടങ്ങളിലും നികത്തുവാൻ ദൈവവും കൂടെ ഉണ്ടായിരിക്കും. സ്തോത്രം. നിങ്ങളുടെ ചിന്തയ്ക്കായി ഞാൻ ആ ഭാഗം വിടുകയാണ്. അങ്ങനെ റാഹേലിൻ്റെ ജീവിതം വഴിയിൽ അസ്തമിച്ചു പോയി. സ്തോത്രം. ഇനിയും പറയുവാൻ ഒരുപാട് പേരുണ്ട്. വേഗത്തിൽ ഞാൻ ഈ ഭാഗം അല്ലെങ്കിൽ ഈ മെസ്സേജ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് മറ്റൊരു വ്യക്തിയെ കൂടെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു കുടുംബത്തെ കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്കറിയാം, 4-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ടുപേർ ആരാധനയ്ക്ക് പോയി. സഹോദരങ്ങളാണ്. ഹാബേലിൻ്റെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദമുണ്ടായി. എന്നാൽ ഖായീൻ്റെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദമുണ്ടായില്ല. ദൈവപ്രസാദം ലഭിച്ച ഹാബേലിനോട് സ്വന്തം ജ്യേഷ്ഠന് അസൂയ തോന്നി. സംഭവിച്ചത് നമുക്കറിയാം. സ്വന്തം കൂടപ്പുറപ്പിനെ, സ്വന്തം സഹോദരനെ ഖായീൻ കൊല്ലുവാനിടയായി. ദൈവം വന്ന് ചോദിക്കുന്നു, ഖായീനെ, നിന്റെ സഹോദരൻ എവിടെ? അവിടെ ഖായീൻ കള്ളം പറഞ്ഞു. ഖായീൻ്റെ പിന്നത്തേതിൻ്റെ അവസ്ഥ നമുക്കറിയാം. സ്തോത്രം. ഞാനിത് ഈ ഭാഗങ്ങളെല്ലാം തൊട്ടുവിടുന്നത് എന്നെ കേൾക്കുന്നവരധികവും വേദപുസ്തകം അറിഞ്ഞവരും അല്ലെങ്കിൽ ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടവരുമായിരിക്കും. ഒരു കുടുംബത്തെ കൂടി പരിചയപ്പെടുത്തിയിട്ട് ഞാൻ വേഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 2 വ്യക്തിത്വങ്ങളെ കാണാം, ഭാര്യ ഭർത്താക്കന്മാർ. ഒരു കാലഘട്ടത്തിൽ സഭയിൽ വരുന്ന പുതിയ ആത്മാക്കൾ അല്ലെങ്കിൽ വരുന്നവർ അവരുടെ വസ്തുവകകളൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരെ കാൽക്കീഴെ വയ്ക്കുമായിരുന്നു. സഭയുടെ നടത്തിപ്പിനും സഭയുടെ പ്രവർത്തനങ്ങൾക്കും സഭയിൽ ആഹാരമുണ്ടാകുവാനും ഒക്കെ അന്നത്തെ അപ്പോസ്തലന്മാർ വിറ്റ് അല്ലെങ്കിൽ അന്നത്തെ വിശ്വാസികളൊക്കെ ദൈവസന്നിധിയിൽ കൊടുക്കുന്നൊരു പതിവ് നമുക്കവിടെ 2 പേരെ കാണാൻ കഴിയും, ഭാര്യയും ഭർത്താവിനെയും. അവർ ചെയ്തതെന്താണ്? അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിലെ വിലയിൽ നിന്ന് കുറെ എടുത്തു കളയുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? സ്തോത്രം. ദൈവനാമത്തിന് കൊടുക്കുവാൻ, ചിലവഴിക്കുവാൻ
ആഗ്രഹിച്ച് തീരുമാനിച്ചിട്ട് അവർക്കുണ്ടായിരുന്നൊരു നിലം ഭാര്യയും ഭർത്താവും അറിവോടെ തന്നെ വിൽക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അനനിയാസ് കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വരികയാണ്. പത്രോസ് ചോദിക്കുന്നു, ഈ തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ അല്പം കുറച്ച് മാറ്റി വെച്ചിട്ട് ഇത്രയ്ക്കാണ് വിറ്റത് എന്ന് പറയുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തെ പിശാച് വഞ്ചിച്ചു കളഞ്ഞല്ലോ. സംഭവിച്ചത് നമുക്കറിയാം. ഫോഷ്ക്ക് പറഞ്ഞതുകൊണ്ട്, വ്യാജം പറഞ്ഞതുകൊണ്ട്, പരിശുദ്ധാത്മാവ് സത്യമായതുകൊണ്ട് ആ മനുഷ്യൻ അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്തത്. അവൻ്റെ ശവശരീരം എടുത്ത് പുറത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പേ തൻ്റെ ഭാര്യ വരികയാണ്. ആ സ്ത്രീയും വന്ന് പറഞ്ഞത് അത് തന്നെയാണ് സംഭവിച്ചത്. അവരും മരണപ്പെട്ടു. സഭയിൽ വലിയ ഭയമുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. സ്തോത്രം. അതുകയാൽ പ്രിയരെ, ശലോമോൻ ജ്ഞാനി പറഞ്ഞതുപോലെ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ രഹസ്യവും അല്ലെങ്കിൽ പരസ്യമായ അറിയാവുന്ന പാപങ്ങൾ നമ്മൾ ചെയ്തിട്ട് ദൈവസന്നിധിയിൽ നിന്നൊരു ഉയർച്ച പ്രാപിക്കാമെന്ന് നമ്മൾ കാത്തിരുന്നാൽ വലിയ അബദ്ധമാണ്. എന്നാൽ അത് മനസ്സിലാക്കുമ്പോൾ, അത് പരിശുദ്ധാത്മാവ് നമ്മളെ ഉണർത്തുമ്പോൾ, ആ പാപങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ, ദൈവത്തോട് കുറ്റസമ്മതം നടത്തുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കരുണ നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറവുകൾ ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിച്ചവർ വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാനേ കഴിയും. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഉപമ നമുക്കവിടെ കാണാൻ കഴിയും. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരു മകൻ അപ്പൻ്റെ മുമ്പിൽ വന്ന് ഒരു ദിവസം പറഞ്ഞു, അപ്പാ, എൻ്റെ അവകാശങ്ങളൊക്കെ എനിക്ക് തരണം, ഞാൻ ഇനി വീട്ടിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. തൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് അവകാശങ്ങളൊക്കെ വാങ്ങി ആ മകൻ ദൂരയാത്ര പോവുകയാണ്. ലോകപ്രകാരം തൻ്റെ കൂട്ടുകാരുമായി ഉല്ലസിച്ചു. അപ്പൻ കൊടുത്ത സമ്പത്ത് മുഴുവനും നശിപ്പിച്ചു. വേദപുസ്തകം പറയുന്ന അവൻ ധൂർത്തടിച്ചു എന്നാണ്. ധൂർത്തടിച്ചു, സകലതും നശിപ്പിച്ചു. അപ്പൻ അധ്വാനിച്ചത്, അപ്പൻ കരുതി വെച്ചത്, ഈ മകന്റെ നാളെയുടെ ഭാവിക്ക് വേണ്ടി ഒരുക്കി വെച്ചത്, അതിൻ്റെ വില എന്തെന്ന് മനസ്സിലാക്കാതെ ഈ മകൻ ധൂർത്തടിക്കുകയാണ്. നമ്മുടെ ഇടയിലും ഇതുപോലെയുള്ള ആൾക്കാർ ഒരുപക്ഷെ കണ്ടെന്ന് വരാം. ലഭിച്ചതിനെ കരുതിക്കൊള്ളുവാൻ കഴിയാതെ ധൂർത്തടിക്കുന്ന മനോഭാവം. ഇത് പറയുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു ചെറുപ്പക്കാരൻ ബോംബെ പട്ടണത്തിൽ പോയി വളരെ കഠിനമായി അധ്വാനിച്ചു. വിദ്യാഭ്യാസമുള്ളവനല്ല, പക്ഷെ പിന്നത്തേതിൽ അവൻ അവിടുത്തെ വലിയൊരു കമ്പനിയുടെ മാനേജരായി. ഒത്തിരി സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ നാട്ടിൽ വന്നു. അവൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിലവാരത്തിൽ വസ്തുക്കളൊക്കെ വാങ്ങി വീടൊക്കെ വെച്ചു. ആ ദേശത്ത് ആദ്യമായി വാഹനം എടുത്ത് നല്ലൊരു ധനികനായി മാറി. സംഭവിച്ചത്, അവൻ ദൈവത്തെ മറന്നുപോയി. ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ അവൻ്റെ വീട്ടിൽ സന്ധ്യയ്ക്ക് പാടി പ്രാർത്ഥിക്കാൻ ശമ്പളത്തിന് ആളെ വെച്ചു. എനിക്കറിയാവുന്ന കാര്യമാണ്. അവൻ്റെ വീട്ടിൽ വൈകുന്നേരം പാടി പ്രാർത്ഥിക്കാൻ ശമ്പളത്തിന് ആളെ വെച്ചു. ഇന്നത്തെ അവിടുത്തെ അവസ്ഥ, അവൻ യൗവനത്തിലേന്ന് മരിച്ചു. അവൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ വിറ്റിന്ന് എവിടെയാണെന്ന് അറിയില്ല. അവൻ്റെ ഒരു സഹോദരി മരിച്ചു, ഒരു അളിയൻ മരിച്ചു. അവൻ്റെ അപ്പൻ ദീർഘനാളുകൾ രോഗിയായി കിടന്നു. പൊടുന്നനെ അമ്മ മരിച്ചു. വലിയ നഷ്ടങ്ങൾ ആ കുടുംബത്തിനകത്ത് സംഭവിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിൻ്റെ കൈ നിറയെ തരും. പക്ഷെ ദൈവത്തെ ഭയപ്പെട്ട് അത് ദൂർത്തടിക്കാതെ ദൈവനാമത്തിന് കൂടി പ്രയോജനപ്പെടുത്തുന്ന നിലവാരത്തിൽ മുൻപോട്ട് പോയാൽ വലിയ അനുഗ്രഹമായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ മകനെ നമ്മൾ വിളിക്കുന്ന ധൂർത്തുപുത്രൻ എന്നാണ്. അവൻ പോയി ധൂർത്തടിച്ചു.
സകലതും നഷ്ടമാക്കി. പിന്നത്തേതിൽ അവന് ഭക്ഷണമില്ലാതെ വലഞ്ഞു. അവൻ പന്നികളുടെ കൂട്ടത്തിൽ പോയി. പന്നികൾ കഴിക്കുന്ന വാള വരെ തിന്നുവാൻ അവൻ ആഗ്രഹിച്ചു. അത് കിട്ടിയില്ലെന്നാണ് വേദപുസ്തകം പറയുന്നത്. പക്ഷെ എന്തായാലും എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, ആ അവസ്ഥയിൽ അവൻ കിടന്നുകൊണ്ടൊരു തീരുമാനമെടുത്തു. ഞാൻ ഈ അവസ്ഥയിലേക്ക് എത്തിയത് എൻ്റെ പിതാവിനെ അനുസരിക്കാതെ, എൻ്റെ അപ്പൻ എനിക്ക് തന്നതൊക്കെയും ഞാൻ ദൂർത്തടിച്ച്, ഞാനതെല്ലാം നശിപ്പിച്ച് കൂട്ടുകാരുടെ കൂടെ ദൈവഹിതമല്ലാത്ത ജീവിതം നയിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ഇനി ഇവിടെ കിടന്ന് മരിക്കുന്നതിനേക്കാൾ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് ചെല്ലണം. സംഭവിച്ചു പോയ തെറ്റ് അപ്പനോടൊന്ന് ഏറ്റു പറയണം. അപ്പൻ എന്നെ അംഗീകരിക്കാതിരിക്കില്ല, അപ്പൻ എന്നെ സ്നേഹിക്കും. അതുകൊണ്ട് ഇവിടെ കിടന്ന് മരിക്കുന്നതിനേക്കാൾ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് പോകാം. ആ തീരുമാനം അവൻ അവിടെ കിടന്നുകൊണ്ട് എടുക്കുകയും അവിടെ നിന്ന് അവൻ എഴുന്നേറ്റ് തൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്യും. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, തെറ്റ് നമുക്ക് മനസ്സിലാകും, കുറവുകളെ നമുക്ക് ബോധ്യവും വരും. പക്ഷേ ഒരിക്കലും അവിടെ നിന്ന് എഴുന്നേൽക്കാനോ മടങ്ങി വരാനോ അപ്പൻ്റെ അടുക്കൽ വന്നൊന്ന് ഏറ്റു പറയാനോ നമുക്ക് കഴിയാതെ പോകും. ശിവൻ അതല്ല ചെയ്തത്. അവൻ്റെ തീരുമാനം ഉറപ്പുള്ളതായിരുന്നു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ വേഗം അപ്പൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. ഈ മകൻ പോയ നാൾ മുതൽ ഈ അപ്പൻ കാത്തിരിക്കുകയാണ്, ഇവൻ എന്ന് മടങ്ങി വരുമെന്ന് പറഞ്ഞ്. മകൻ ദൂരവേ വരുന്നത് അപ്പൻ കണ്ടു. നമുക്കറിയാം, അപ്പൻ ഓടിച്ചെന്ന മകനെ കെട്ടിപ്പിടിച്ചു, അവൻ്റെ ഭവനത്തിലേക്ക് അവനെ ചേർത്തുകൊണ്ടു. പിന്നത്തേതിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഒരു ഉത്സവം തന്നെ ആ വീട്ടിനകത്ത് സംഭവിച്ചു. തിരുവെഴുത്ത് പറയുന്നത്, ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും. ഒരപ്പൻ മടങ്ങി വന്നപ്പോൾ, ഒരു മകൻ മടങ്ങി വന്നപ്പോൾ ഒരപ്പൻ ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ്റെ സന്തോഷം എത്ര വലുതായിരിക്കും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്തൊരു ഉയർച്ച ഉണ്ടാകാൻ, ഒരു അനുഗ്രഹം ഉണ്ടാകാൻ, ഒരു ശുഭത ഉണ്ടാകാൻ ഒരു ഏറ്റുപറച്ചിൽ നമുക്ക് ആവശ്യം. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ അപ്പൻ്റെ കരുണ ലഭിക്കും. ആ അപ്പന് മകനോട് കരുണ തോന്നി. സ്തോത്ര സങ്കീർത്തനം 103:8 നമ്മൾ വായിക്കുന്നത് പോലെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ തൻ്റെ ഭക്തന്മാരോട് യഹോവയ്ക്ക് കരുണ തോന്നുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയുവാൻ ആഗ്രഹമുണ്ട്. ദാവീദിൻ്റെ ജീവിതം നമുക്കറിയാം. ഉരിയാവിൻ്റെ ഭാര്യയെ മുഖിച്ച് ദൈവകൽപ്പന ലംഘിച്ചൊരു മനുഷ്യനാണ്. എന്നാൽ ദൈവത്തിന് വേണ്ടി അധികം പാട്ടുകൾ പാടിയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ പ്രവാചകനെ അയച്ചു തൻ്റെ കുറ്റം ബോധ്യപ്പെടുത്തിയപ്പോൾ ദാവീദ് തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി നിലവിളിച്ചു കരഞ്ഞു. തൻ്റെ പാപം തനിക്ക് ബോധ്യമായി. താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, എൻ്റെ അകൃത്യങ്ങളെ നീ മായ്ക്കണമേ, സ്ഥിരമായ ഒരു ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്നൊക്കെ ദാവീദ് അവിടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വായിക്കുവാനും പഠിക്കുവാനായിട്ട് കഴിയും. ഒരു ഏറ്റുപറച്ചിലൂടെ, ഒരു മടങ്ങി വരവിലൂടെ, ഒരു അനുതാപത്തിലൂടെ നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറവുകളെന്ന് കർത്താവിനോട് പറയാൻ കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. അതിനായി നമ്മളെ മനസ്സിനെ തിരിക്കാം, നമ്മുടെ ചിന്തകൾക്കൊരു വ്യത്യാസം വരുത്താം. സ്തോത്രം. ഇത് പറയുമ്പോൾ എനിക്കറിയാം, ഈ മീഡിയയിലൂടെ അധികമായി കേൾക്കുന്നത് യൗവനക്കാരായിരിക്കാം. നിങ്ങളോട് ഞാൻ പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും അറിയാത്ത ബന്ധങ്ങൾ, അപ്പനും അമ്മയ്ക്കും അറിഞ്ഞുകൂടാത്ത രഹസ്യ കാര്യാദികൾ വെച്ച് പുലർത്തിയാണ് മുൻപോട്ട് നമ്മൾ പോകുന്നതെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അതിനൊരു വ്യത്യാസം നമുക്ക് വരുത്താമോ? ഒന്ന് ഏറ്റു പറയാമോ? ദൈവകൃപയിലേക്ക് നമുക്ക് ശരണപ്പെടാം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. എൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് മുട്ടുമടക്കാം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ, ഈ യാക്കോബിൻ്റെ ഇഷ്ടഭാര്യ, തന്നേറെ സ്നേഹിച്ചതിൻ്റെ ഭാര്യ റാഗേലാണ് പാപം ചെയ്തതെന്ന്
യാക്കോബ് ഒരു പക്ഷെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞേനെ, അവൾക്ക് പകരം ഞാൻ മരിക്കാമായിരുന്നു. പക്ഷെ യാക്കോബ് അത് പറഞ്ഞില്ല. താൻ പറഞ്ഞത് ഇങ്ങനെ, ആരാണോ അത് ചെയ്തത് അവർ മരിക്കണം. ഈ സന്ധ്യയിൽ ഞാൻ പറയുന്നു, ഞാനും നിങ്ങളും മരിക്കണ്ട. എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരിയിൽ ഒരുവൻ മരിച്ചു കഴിഞ്ഞു. എൻ്റെയും നിങ്ങളുടെ പാപം അവൻ്റെ ചുമലിൽ അവൻ വഹിച്ചു കഴിഞ്ഞു. നമുക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നു. ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് പാപമോചനമുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് കഴിയും. ആ കർത്താവിൻ്റെ മുൻപിൽ നമ്മളെ കണ്ണുകളടയ്ക്കാം, കരങ്ങളെ കൂപ്പാം. മുട്ടുമടക്കുവാൻ കഴിയുന്നവരാണെങ്കിൽ മുട്ടുമടക്കാം. മുടിയൻ പുത്രൻ പറഞ്ഞതുപോലെ, അപ്പ എന്നോട് ക്ഷമിക്കണമേ എന്നൊന്ന് പറയാം, എന്നോട് കരുണ കാണിക്കണമേ എന്നൊന്ന് പറയാം, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്നൊന്ന് പറയാം. അങ്ങനെ നമുക്കൊന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ ഒരു അംഗീകാരം നിനക്ക് ലഭിക്കും. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിനക്ക് തിരികെ തരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. എന്ത് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? ചെറിയൊരു പാപമായിരിക്കാം, ചെറിയൊരു കുറവായിരിക്കാം. പക്ഷെ ഇത് ഏറ്റു പറയാൻ കഴിയുന്നുവെങ്കിൽ വലിയ അനുഗ്രഹം അതിൻ്റെ പുറകിൽ നിങ്ങൾക്കുണ്ട്. വലിയൊരു നന്മ നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രി നമ്മളെ തലകളെ വണക്കാമോ? നമുക്ക് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? നമ്മുടെ ദൈവത്തോട് നമുക്ക് ഒരു നിമിഷം നമ്മുടെ കുറവുകളെ ഒന്ന് ഏറ്റു പറയാമോ? അപ്പാ, സ്തോത്രം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ആ റാഹേൽ ഒരു നിമിഷം തൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ സമയത്ത് സ്വന്തം പിതാവല്ലേ അപ്പനോട് ഒരു വാക്ക് പറയാൻ വരുന്ന, അബദ്ധം പറ്റിപ്പോയി, ഞാൻ തന്നെയാണ് എടുത്തത്, നീ അത് ഏറെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വഴിയിൽ അവൾ മരിക്കുകയില്ലായിരിക്കും. ഇന്നും എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ധൂർത്തുപുത്രൻ മടങ്ങി വന്ന് തൻ്റെ അപ്പനോട് പറഞ്ഞതുപോലെ നമുക്കൊന്ന് അപ്പാന്ന് വിളിക്കാം. നമ്മുടെ പിതാവിനോട് പറയുന്നത് പോലെ നമ്മുടെ രക്ഷകനായ കർത്താവിനോട് നമുക്ക് പറയാം. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്, സക്കായി എന്നൊരു മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ്റെ പാപങ്ങളെ അവൻ ഉണർന്നു. അവൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി തൻ്റെ പാപങ്ങളെ അവൻ ഏറ്റുപറഞ്ഞു, തൻ്റെ കുറവുകളെ അവൻ ഏറ്റുപറഞ്ഞു. യേശു പറഞ്ഞു, ഇന്ന് നിന്റെ വീടിന് രക്ഷ വന്നിരിക്കും. അതേ പ്രിയരെ, രക്ഷപ്പെടാൻ കഴിയാതിരിക്കുകയാണോ? എന്തെല്ലാം ചെയ്തിട്ടും, ഏതെല്ലാം പ്രവർത്തിച്ചിട്ടും, എങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടും, എത്രയെല്ലാം കഠിനമായി അധ്വാനിച്ചിട്ടും, എങ്ങനെയെല്ലാമൊക്കെ ഓടിയിട്ടും ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ കഴിയാതിരിക്കുകയാണോ? ഇന്ന് രാത്രി ഒരു സമർപ്പണം, ഒരു ഏറ്റുപറച്ചിൽ. ഇന്ന് രാത്രി ആ പിതാവ് നിങ്ങളോട് കരുണ കാണിക്കും. അപ്പൻ തൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവ തൻ്റെ ഭക്തന്മാരോട് കരുണയുള്ളവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവേ, ഈ സന്ധ്യയെങ്കിൽ ഞങ്ങൾ കേട്ട വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലെ രഹസ്യവുമായ ആർക്കും അറിഞ്ഞുകൂടാത്ത ചില പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട്. അത് മറച്ചു വെച്ചാലും ഞങ്ങൾ ഇന്നുവരെ മുന്നോട്ട് കടന്നു പോയത്. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു ഉയർച്ച കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒരു ശുഭത ഉണ്ടാകുവാൻ, ഒരു നന്മ ഉണ്ടാകുവാൻ ഞങ്ങൾ കഴിഞ്ഞില്ല. ആത്മീയമായും ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇതുവരെ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളൊരു തീരുമാനമെടുക്കുന്നു. ഒരു മടങ്ങി വരവിനായി ഞങ്ങൾ കൊതിക്കുന്നു. അപ്പാ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് ദയവ് തോന്നണമേ, ഞങ്ങളോട് മനസ്സലിയണമേ. മുടിയൻ പുത്രനെ ചേർത്ത് കൊള്ളതുപോലെ ഞങ്ങളോട് കരുണ തോന്നണമേ. സക്കായിയോട് മനസ്സലിവ് കാണിച്ചതുപോലെ, പക്ഷപാതക്കാരനോട് മനസ്സലിവ് കാണിച്ചതുപോലെ, 38 വർഷക്കാലം ബെഥസ്ദ കുളക്കരയിൽ കിടന്നവനോട് കരുണ കാണിച്ചതുപോലെ അടിയങ്ങളോട് ഇന്ന് രാത്രി കരുണ കാണിക്കണമേ. വലിയ അത്ഭുതം ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ചില പാപങ്ങളുടെ സ്വാധീനം കാരണം ദീർഘനാളുകളായി രോഗികളായി കഴിയുന്നവരുണ്ട്. ഇന്ന് രാത്രി അവരെ പാപങ്ങളെ ദൈവം ക്ഷമിച്ച് ആ രോഗത്തിൽ നിന്ന് ദൈവം അവരെ സൗഖ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദിനവൃത്താന്ത പുസ്തകങ്ങൾ ഞങ്ങൾ വായിക്കുന്നത് പോലെ എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ ദേശത്തിൽ സൗഖ്യം വരുത്തും. അതേ കർത്താവേ, ദേശത്തിൽ ആ സൗഖ്യം വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും സർവശക്തനായ ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഫലമാരകമായ രോഗങ്ങൾ ഇന്ന് രാത്രി ദൈവം എടുത്തു മാറ്റുന്നതിനായി സ്തോത്രം. പുറത്തു പറയാൻ കഴിയാത്ത വലിയ കടഭാരത്തിൽ ഇരിക്കുന്നവരെ കർത്താവ് രക്ഷിക്കുന്നതിനായി സ്തോത്രം. അവരോട് കരുണ തോന്നണമേ, അനുഗ്രഹിക്കണമേ, ഉയർച്ചകൾ പ്രാപിക്കട്ടെ. വിദ്യാഭ്യാസത്തിൽ വളരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഇന്ന് രാത്രി മനസ്സിലായി, എൻ്റെ അപ്പൻ അറിയാത്ത, എൻ്റെ അമ്മ അറിയാത്ത എൻ്റെ രഹസ്യ ജീവിതത്തിലെ പാപങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഈ തടസ്സങ്ങൾക്ക് കാരണം. ഇന്ന് രാത്രി കർത്താവെ അതെടുത്തു മാറ്റി അവരാഗ്രഹിച്ചതാകുന്ന, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന വലിയൊരു നന്മയിലേക്ക്, ഉയർച്ചയിലേക്ക് ദൈവം അവരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ ആത്മീയമായി വളരാൻ കൊതിക്കുന്നവരുണ്ട്. ശുശ്രൂഷയിൽ ആമേൻ എനിക്കും ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയാതെ അടക്കി വച്ചിരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളിൽ നിന്ന് സർവശക്തനായ ദൈവം അവരെ പുറത്തു കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ആശ്വാസവും സമാധാനവും എല്ലാ വ്യക്തികൾക്കും കുടുംബങ്ങൾക്ക് ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം.